ഇപ്പോൾ രാജ്യങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമുണ്ടായാൽ ആ ഒരു പ്രശ്നം ജയിക്കാൻ ഇനി നൂറുകണക്കിന് യുദ്ധവിമാനങ്ങൾ വേണ്ട കാലം കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഒരൊറ്റ യുദ്ധവിമാനം മാത്രം മതിയാകും. പക്ഷെ അതിൽ നിന്നും ഇറങ്ങുന്നത് യുദ്ധത്തിന് ഉപയോഗിക്കുന്ന ആയുധങ്ങളല്ല, നൂറുകണക്കിന് ബുദ്ധിയുള്ള ചെറു ഡ്രോണുകൾ. അവ ഓരോന്നും സ്വന്തം ലക്ഷ്യം കണ്ടെത്തും, സ്വയം തീരുമാനമെടുക്കും, അതിനുശേഷം കൃത്യമായി ആക്രമണം അഴിച്ചുവിടും. ഇതാണ് ഇന്ത്യ ഇപ്പോൾ വികസിപ്പിക്കാൻ പോകുന്ന പുതിയ സാങ്കേതിക വിദ്യ. ഇത് സാധാരണ ആയുധമല്ല, ഇത് ഭാവിയിലെ യുദ്ധത്തിന്റെ പുതിയ മുഖം. ആഴത്തിൽ തന്നെ പരിശോധിക്കാം. ലെറ്റ്സ് ചെക്ക് ഇൻ ഡീറ്റെയിൽ. വെൽക്കം ടു ദി പോയിന്റ്. ഇന്ന് ലോകത്തിലെ യുദ്ധരീതികൾ വളരെ വേഗത്തിൽ മാറുകയാണ്. വലിയ ആയുധങ്ങൾക്ക് പകരം കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്ന ചെറുതും കൃത്യവുമായ സ്വയം പ്രവർത്തിക്കുന്ന സംവിധാനങ്ങൾക്കാണ് ഇപ്പോൾ ശ്രദ്ധയേറുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യൻ വ്യോമസേന ഇപ്പോൾ ഒരു വലിയ നീക്കം ആരംഭിച്ചിരിക്കുന്നത്. അതാണ് എയർ ഡ്രോപ്ഡ് കാനിസ്റ്റേർഡ് സ്വാം എന്ന പദ്ധതി. ചുരുക്കത്തിൽ ADCS എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഈ പദ്ധതി ഇന്ത്യയുടെ ഭാവിയിലെ ആകാശ യുദ്ധശേഷിയെ തന്നെ മാറ്റാൻ സാധ്യതയുള്ളതാണ്. ഈ പദ്ധതിയുടെ ഭാഗമായി ഡൽഹിയിലെ വേദ എയറോനോട്ടിക്സ് എന്ന സ്ഥാപനം ഇന്ത്യയുടെ വ്യോമസേനയ്ക്കായി പുതിയ തലമുറ ഡ്രോൺ സംഘങ്ങളെ വികസിപ്പിക്കുകയാണ്. ഇവ സാധാരണ ഡ്രോണുകളല്ല. ഇവ കൃത്യമായ ലക്ഷ്യങ്ങൾ ആക്രമിക്കാൻ കഴിയുന്ന, ദൂരെ വരെ പറക്കാൻ കഴിയുന്ന ഒരു കൃത്രിമ ബുദ്ധിയിലൂടെ പ്രവർത്തിക്കുന്ന നിയന്ത്രിത സംവിധാനങ്ങളാണ്. പ്രധാനമായും ഇവ 500 കിലോമീറ്ററിലധികം ദൂരത്തിൽ പ്രവർത്തിപ്പിക്കാൻ കഴിയുമെന്നതാണ് മനസ്സിലാക്കുന്നത്. ഇതിലൂടെ സാധാരണ ചരക്ക് വിമാനങ്ങൾ പോലും ഇപ്പോൾ ആക്രമണശേഷിയുള്ള പ്ലാറ്റ്ഫോമായി മാറുമെന്നതും മനസ്സിലാക്കണം. ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ വിന്യാസ രീതിയിലാണ് കേട്ടോ. ഡ്രോണുകൾ നേരിട്ട് പറത്തുന്നതല്ല, അവ പ്രത്യേക കണ്ടെയ്നറുകളിൽ സൂക്ഷിച്ച് വിമാനത്തിൽ നിന്ന് താഴേക്ക് ഇറക്കുകയാണ് ചെയ്യുന്നത്. ഒരു കണ്ടെയ്നറിനുള്ളിൽ തന്നെ 6 മുതൽ 8 വരെ ഡ്രോണുകൾ ഉണ്ടായിരിക്കും. വിമാനത്തിൽ നിന്ന് ഇത് ഇറക്കിയതിനു ശേഷം അവ സ്വയം പുറത്തേക്ക് പിരിഞ്ഞ് തങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് നീങ്ങും എന്നതാണ്. ഇതാണ് സ്വാം എന്ന ആശയത്തിന്റെ യഥാർത്ഥ ശക്തി. ഈ സംവിധാനത്തിന്റെ മറ്റൊരു പ്രധാന ഗുണം അതിന്റെ കൃത്യതയാണ്. ഇവയുടെ ലക്ഷ്യം വളരെ കൃത്യമായി ആക്രമിക്കാൻ കഴിയണം എന്നതാണ് പദ്ധതിയുടെ നിർദ്ദേശം. അതായത് ലക്ഷ്യത്തിൽ നിന്ന് വെറും കുറച്ചു മീറ്റർ വ്യത്യാസം മാത്രമുള്ള കൃത്യത. അതുപോലും സാറ്റലൈറ്റ് സഹായം ഇല്ലാത്ത സാഹചര്യങ്ങളിലും പ്രവർത്തിപ്പിക്കാനും കഴിയണം. ഇത് യുദ്ധ സാഹചര്യങ്ങളിൽ വളരെ വലിയൊരു മുന്നേറ്റമായി തന്നെ കണക്കാക്കണം. ഓരോ ഡ്രോണിനും ഏകദേശം 30 കിലോഗ്രാം വരെ ആയുധഭാരം വഹിക്കാൻ കഴിയുമെന്നതും എടുത്തു തന്നെ പറയേണ്ട ഒരു ഗുണവശമാണ്. അതോടൊപ്പം തന്നെ നിരീക്ഷണ ഉപകരണങ്ങളും മറ്റു സെൻസറുകളും ഉൾപ്പെടുത്താൻ കഴിയുന്ന രീതിയിലാണ് ഇവ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇവയുടെ വേഗത മണിക്കൂറിൽ 350 മുതൽ 400 കിലോമീറ്റർ വരെ ആയിരിക്കും എന്നതാണ് കണക്കാക്കുന്നത്. ഇത് വളരെ വേഗത്തിൽ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ സാധിക്കുമെന്നതും എടുത്തു തന്നെ പറയണം. ഈ പദ്ധതിയുടെ ഹൃദയം അതിന്റെ ബുദ്ധിയാണ്. ഈ ഡ്രോണുകൾക്ക് സ്വയം വഴി കണ്ടെത്താനും ലക്ഷ്യങ്ങൾ കണ്ടെത്താനും അത് ശരിയായ ലക്ഷ്യമാണോ എന്ന് തിരിച്ചറിയാനും അവസാനം ആക്രമണം അഴിച്ചുവിടാനും കഴിയുന്ന സംവിധാനമാണ് ഇതിൽ ഉൾപ്പെടുത്തുന്നത്. ഇതെല്ലാം മനുഷ്യന്റെ ഇടപെടൽ വളരെയധികം കുറച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. അതാണ് ഈ സംവിധാനത്തെ കൂടുതൽ ശക്തമാക്കുന്നതും. ഈ പദ്ധതി ഇന്ത്യയുടെ പ്രതിരോധ വാങ്ങൽ നടപടികളിലെ Make 2 വിഭാഗത്തിലാണ് മുന്നോട്ട് പോകുന്നത്.